Hi all, welcome to JLearn Speak English. I am Jairam. നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തവരാണെങ്കിൽ എത്രയും വേഗം സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് ഈ ചാനലിലൂടെ ഇംഗ്ലീഷ് സംസാരിക്കാനും എഴുതാനും ഒക്കെ പഠിക്കാം. ഓക്കെ, ഇന്നത്തെ ഈ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് നഷ്ടപ്പെട്ട അവസരങ്ങളെ പറ്റിയിട്ടാണ്. നഷ്ടപ്പെട്ട അവസരങ്ങളെ പറ്റി ചിന്തിക്കാത്ത ആരും തന്നെ ഉണ്ടാവില്ല, അല്ലേ? മനുഷ്യൻ ചിന്തിക്കുന്നൊരു ജീവിയാണ്. പഴയ കാര്യങ്ങളെ പറ്റി ഓർത്ത് ദുഃഖിക്കാറുണ്ട്. അപ്പം അങ്ങനെ നഷ്ടപ്പെട്ട അവസരങ്ങളെ പറ്റി പറയുമ്പോൾ മലയാളത്തിൽ നമ്മൾ എങ്ങനെയാണ് ആ സെൻറ്റൻസുകൾ ഉണ്ടാക്കാറുള്ളത്? അത് ചെയ്യണമായിരുന്നു, അത് ചെയ്യാമായിരുന്നു, അല്ലേ? അത് ചെയ്യുമായിരുന്നു, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ പറയാറുണ്ട്. പൈസ സേവ് ചെയ്യണമായിരുന്നു, സൂക്ഷിക്കായിരുന്നു, അതങ്ങനെ ചെയ്യരുതായിരുന്നു. അപ്പം ഇതെങ്ങനെ ഇംഗ്ലീഷിൽ നമുക്ക് പറയാം? നഷ്ടപ്പെട്ട അവസരങ്ങളാണ് നമ്മളിന്ന് പഠിക്കുന്നത്. അപ്പം ഇതിനെ ഇംഗ്ലീഷിൽ മൊഡാൽസ് ഓഫ് ലോസ്റ്റ് ഓപ്പർച്യൂണിറ്റീസ് എന്നാണ് പറയാം. അത് കേട്ട് നിങ്ങൾ പേടിക്കണ്ട. ലോസ്റ്റ് എന്നാൽ നഷ്ടപ്പെട്ട, ഓപ്പർച്യൂണിറ്റി എന്ന് പറഞ്ഞാൽ അവസരങ്ങൾ. അപ്പം നഷ്ടപ്പെട്ട അവസരങ്ങളെ പറ്റിയിട്ട് നമ്മൾ പറയുകയാണ്. മൊഡാൽ എന്ന് പറഞ്ഞാൽ എന്താണ്? മറ്റൊരു ക്രിയയോടൊപ്പം വരുന്ന ചില വാക്കുകളുണ്ട്. ഇപ്പോൾ ഷുഡ്, മസ്റ്റ്, മസ്റ്റായും ചെയ്യണം എന്ന് പറയില്ലേ? ഷുഡ് ഗോ, യു ഷുഡ് കം ടുമാറോ. എൻ്റെ അർത്ഥം എന്താ? നീ നാളെ വരണം. അപ്പോൾ വരിക എന്നുള്ള, ഗോ എന്ന് പറഞ്ഞാൽ എന്താണ്? വരണം, അല്ല വരിക എന്നുള്ളതാണ്. അതിനെ വരണം എന്നാക്കാൻ എന്താക്കി? ഷുഡ് ചേർത്തു. അല്ലെങ്കിൽ യു മസ്റ്റ് കം, മസ്റ്റായും ചെയ്യണം, മസ്റ്റായും എഴുതണം, മസ്റ്റായും പോകണം. നമ്മൾ മലയാളത്തിൽ തന്നെ ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ അതിലെ മസ്റ്റ്, ഷുഡ് എന്നൊക്കെ ഉള്ളതാണ് മൊഡാൽ. ഓക്കെ, യു ക്യാൻ സ്കോർ ഗുഡ് മാർക്സ്, നിനക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ കഴിയും. അപ്പോൾ സ്കോർ എന്നുള്ളത് എന്താണ്? മാർക്കിൻ്റെ കാര്യമാണ് സ്കോർ. അവിടെ ക്യാൻ എന്താണ്? കഴിയും എന്നുള്ളതാണ്. സ്കോർ ചെയ്യുക എന്നുള്ളതാണ് നമുക്കവിടെ ഗെറ്റ് എന്നുള്ള അർത്ഥം തന്നെയാണ് സ്കോറിന് വരുന്നത്. ഓക്കെ, മാർക്ക് സ്കോർ ചെയ്യാൻ കഴിയുക എന്ന് പറഞ്ഞാൽ കഴിവിനെ സൂചിപ്പിക്കുന്ന ഒരു സെൻറ്റൻസ് ആണ്. അപ്പോൾ അതിൻ്റെ ഒരു പാസ്റ്റ് ടെൻസ് ആണ് കുഡ്. ഇതൊക്കെ നമ്മളൊരു ക്ലാസ്സിൽ നമുക്ക് പഠിക്കാം. അപ്പോൾ കുഡ് ഹാവ്, ഷുഡ് ഹാവ്, വുഡ് ഹാവ്, ഇതാണ് നമുക്ക് നഷ്ടപ്പെട്ട അവസരങ്ങളെ പറ്റി പഠിക്കാൻ വേണ്ടിയിട്ടുള്ളത്. അപ്പോൾ മൊഡാൽ എന്താണെന്ന് ഞാൻ ജസ്റ്റ് പറഞ്ഞു. മറ്റൊരു ക്രിയയോടൊപ്പം വരുന്നതാണ്. ആ ക്രിയേനെ വേറൊരു രീതിയിൽ അത് പരിഷ്കരിക്കും. ഓക്കെ, യു ക്യാൻ ഗെറ്റ് ഗുഡ് മാർക്സ്, നിങ്ങൾക്ക് നല്ല മാർക്ക് വാങ്ങാൻ കഴിയും. അവിടെ വാങ്ങുക, എഴുതിയെടുക്കുക എന്നുള്ള അതാണ് അവിടെ പ്രധാനപ്പെട്ട ക്രിയ. പക്ഷെ ആ എഴുതിയെടുക്കാൻ കഴിയും എന്നുള്ള രീതിയിൽ അതിനെ മോഡിഫൈ ചെയ്യാൻ ഈ മൊഡാലിന് പറ്റും. അപ്പോൾ മറ്റൊരു ക്രിയയുടെ ഒപ്പം വരുന്നതാണ്. ഇവിടെ ക്രിയ എന്തായിരിക്കും? കുഡ് ഹാവ്, ഷുഡ് ഹാവ്, വുഡ് ഹാവിൻ്റെ ഒപ്പം V3 രൂപത്തിലുള്ള ക്രിയയാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. എന്താണ് V1, V2, V3? ഇത് ക്രിയയുടെ പല രൂപങ്ങളാണ്. ഡു, ഡിഡ്, ഡൺ. ഓക്കെ, ടോക്ക്, ടോക്ക്ഡ്, ടോക്ക്ഡ്, റൈറ്റ്, റോട്ട്, റിട്ടൺ. V3 ഒക്കെ പറ്റി പറയുന്ന മുൻപൊരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. അത് എൻ്റെ ഈ നമ്പറിൽ മെസ്സേജ് അയച്ച് ചോദിച്ചവർക്കൊക്കെ ഞാൻ ആ ചാർട്ടും അയച്ചു കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾ പറഞ്ഞ് പഠിക്കേണ്ട ഒരു കാര്യമാണ്. ഓക്കെ, ഇപ്പോൾ നമ്മൾ ചെറിയ ക്ലാസ്സിൽ സ്കൂളിൽ പറഞ്ഞ് പഠിച്ചിട്ടുള്ളതാണ് പണ്ട്. നിങ്ങൾ മറന്നു പോയിട്ടുണ്ടാവും. കട്ട്, 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 പുട്ട്, 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 ടോക്ക്, ടോക്ക്ഡ്, ടോക്ക്ഡ്, ഇങ്ങനെയൊക്കെ നമ്മൾ റിപ്പീറ്റ് ചെയ്ത് പഠിച്ചിട്ടുണ്ടാവും. കാരണം അത് വൊക്കാബുലറിൻ്റെ ഉള്ളിൽ വരുന്ന കാര്യങ്ങളാണ്. പുതിയ വാക്കുകളായിരിക്കും പലർക്കും. റൈറ്റ്, റോട്ട്, റിട്ടൺ, ഡ്രൈവ്, ഡ്രോവ്, ഡ്രിവൺ. ഓക്കെ, ഇതൊന്നും ആലോചിച്ചിട്ടല്ല ഞാൻ പറയുന്നത്. കാരണം എന്താ, പണ്ട് ചെറുപ്പത്തിൽ പഠിച്ചതാണ്. അപ്പോൾ നിങ്ങളത് ഇപ്പോൾ PSCക്ക് പഠിക്കുന്നവരായിക്കോട്ടെ, ഇംഗ്ലീഷ് സംസാരിക്കാൻ പഠിക്കുന്നവരായിക്കോട്ടെ, പുതിയ വാക്കുകൾ ചിലത് പഠിക്കുക തന്നെ വേണം. അപ്പം അത്തരത്തിൽ V3 എന്താണ് നിങ്ങൾ പഠിക്കുക. ക്രിയയുടെ രൂപങ്ങളാണ്, മറ്റൊന്നുമല്ല. ക്രിയാരൂപങ്ങൾ എന്ന് പറയുന്ന ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. അതിൽ V1, V2, V3 എന്താണെന്നുള്ളൊരു തമ്പനയിലുള്ള വീഡിയോ നിങ്ങൾ നോക്കിയാൽ മതി. മലയാളത്തിൽ ആലോചിച്ചാൽ മതി. ചെയ്യുക, ചെയ്തു, ചെയ്തിട്ടുണ്ട്. ഓക്കെ, അതാണ് V3. ചെയ്യുക എന്നുള്ളത് V1, ചെയ്തു എന്നുള്ളത് V2, ചെയ്തിട്ടുണ്ട് എന്നുള്ളത് V3. അപ്പം നമുക്ക് കുഡ് ഹാവ്, ഷുഡ് ഹാവ്, വുഡ് ഹാവ് വെച്ചിട്ട് എങ്ങനെ നഷ്ടപ്പെട്ട അവസരങ്ങളെ പറ്റി പറയാമെന്ന് നോക്കാം. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് കുഡ് ഹാവ് നോക്കാം. എന്താണ് കുഡ് ഹാവ്? കുഡ് ഹാവ് ചെയ്യാമായിരുന്നു. ചെയ്യാമായിരുന്നു. എനിക്ക് പഠിക്കാമായിരുന്നു, എനിക്കൊരു ഡോക്ടർ ആകാമായിരുന്നു, ഒരു എഞ്ചിനീയർ ആകാമായിരുന്നു. ഓക്കെ, ഐ കുഡ് ഹാവ് അപ്ലൈഡ് ഫോർ ദ ജോബ്. ജോബിന് എനിക്ക് അപ്ലൈ ചെയ്യാമായിരുന്നു. ചിലപ്പോൾ അവസാന ഡേറ്റ് വരെ വെച്ച് അവസാന ഡേറ്റിൽ നമുക്കത് ചെയ്യാൻ പറ്റില്ല. പിന്നെ നമ്മൾ പറയും അപ്ലൈ ചെയ്യാമായിരുന്നു, അല്ലേ? അപ്ലൈ ചെയ്യാമായിരുന്നു. കുറച്ചും കൂടെ നന്നായി പഠിക്കാമായിരുന്നു. ഇതൊക്കെ നമ്മൾ പറയുന്ന കാര്യങ്ങളാണ്. ഐ കുഡ് ഹാവ് ബീൻ ദ മാനേജർ. മാനേജർ ആകാമായിരുന്നു, അല്ലേ? ഐ കുഡ് ഹാവ് ഡൺ ദാറ്റ്. ഇതിലൊക്കെ ക്രിയ ഏതാന്ന് നോക്കിയേ. ഇപ്പോൾ കുഡ് ഹാവ് പ്ലസ് V3 എന്നാണ് ഞാൻ പറഞ്ഞത്. V3 ആണ്. അപ്ലൈ, അപ്ലൈഡ്, അപ്ലൈഡ്. ഡു, ഡിഡ്, ഡൺ പ്ലസ് V3 എന്ന് പറഞ്ഞതിൽ V3. ഡു, ഡിഡ്, ഡൺ. ഓക്കെ, ഐ കുഡ് ഹാവ് ഡൺ ദാറ്റ്. ഐ കുഡ് ഹാവ് ഡൺ ദാറ്റ്. എനിക്കത് ചെയ്യാമായിരുന്നു. ഡു, ഡിഡ്, ഡൺ. ചെയ്യാമായിരുന്നു എങ്ങനെ പറയും? ഐ കുഡ് ഹാവ് ഡൺ ദാറ്റ്. ഐ കുഡ് ഹാവ് സ്റ്റഡീഡ് വെൽ.
കുറച്ചും കൂടെ നന്നായി പഠിക്കായിരുന്നു അല്ലേ. ഐ കുഡ് ഹാവ് ടേക്കൺ ദ ഫ്ലൈറ്റ്. ഇപ്പോൾ 2-3 ദിവസത്തെയൊക്കെ ട്രെയിൻ യാത്രയൊക്കെ കഴിയുമ്പോൾ അവസാന ദിവസം എത്തുമ്പോഴത്തേക്ക് മിക്കവരും പറയുന്നൊരു കാര്യമാണ് ഫ്ലൈറ്റ് എടുക്കായിരുന്നു. അതെങ്ങനെ പറയും? നഷ്ടപ്പെട്ട അവസരമായിരുന്നു അല്ലേ. ഫ്ലൈറ്റ് എടുക്കായിരുന്നു, 2 ദിവസം പോയി, 48-56 മണിക്കൂറിൻ്റെയൊക്കെ ട്രെയിൻ യാത്ര കഴിയുമ്പോൾ മിക്കവരും പറയുന്ന കാര്യമാണ് ഫ്ലൈറ്റ് എടുക്കായിരുന്നു. നഷ്ടപ്പെട്ടൊരു അവസരമാണ്. അതെങ്ങനെ പറയാ? കുഡ് ഹാവ്. കുഡ് ഹാവ്. കുഡ് ഹാവ് അപ്ലൈഡ്. അപ്ലൈ ചെയ്യാമായിരുന്നു. ചെയ്യാമായിരുന്നു എന്നാണ് കുഡ് ഹാവ്. അപ്ലൈ ചെയ്യാമായിരുന്നു. ബീൻ ആകാമായിരുന്നു. ആവുക. ബി എന്ന് പറഞ്ഞാൽ ആവുക എന്നുള്ളതാണ്. ബീൻ ആകാമായിരുന്നു. ഡൺ ചെയ്യാമായിരുന്നു. ടേക്കൺ എടുക്കാമായിരുന്നു. ഫ്ലൈറ്റ് എടുക്കായിരുന്നു. ഫ്ലൈറ്റിൽ വന്നാൽ മതിയായിരുന്നു. ചെയ്യാമായിരുന്നു. അതാണ് ചെയ്യാമായിരുന്നു. അപ്പൊ കുഡ് ഹാവ് വെച്ചിട്ട് നിങ്ങളൊരു സെന്റൻസ് കമന്റ് ചെയ്യുക. ചെയ്യാമായിരുന്നു എന്ന് നിങ്ങൾക്ക് തോന്നുന്ന ഒരു കാര്യം. ക്രിയ എന്തേ ആയിക്കോട്ടെ, അപ്ലൈ ആയിക്കോട്ടെ, ബി ആയിക്കോട്ടെ, ഡൺ ആയിക്കോട്ടെ, ടേക്കൺ ആയിക്കോട്ടെ. ഐ കുഡ് ഹാവ് ടേസ്റ്റഡ് ദാറ്റ്. അത് ടേസ്റ്റ് ചെയ്യായിരുന്നു, അത് കഴിക്കായിരുന്നു. പലപ്പോഴും സദ്യക്കൊക്കെ പോയിട്ട് അല്ലെങ്കിൽ ബുഫേയിലൊക്കെ പോയിട്ട് നമ്മൾ അത് കഴിക്കായിരുന്നു എന്ന് പിന്നെ തോന്നും. അപ്പം അതാണ് ചെയ്യാമായിരുന്നു. ഇനി മറ്റൊന്നാണ് കുറച്ചും കൂടെ റിഗ്രറ്റിൽ നമ്മൾ സംസാരിക്കുന്ന ഒരു കാര്യമാണ് ചെയ്യണമായിരുന്നു. പഠിക്കണമായിരുന്നു. പഠിക്കാമായിരുന്നു എന്നുള്ള രീതിയിൽ നമ്മൾ പറയും. കുറച്ചും കൂടെ ഒരു റിഗ്രറ്റ് വെച്ചിട്ട് സങ്കടത്തോടെ നമ്മൾ പറയും അത് ചെയ്യണമായിരുന്നു, അല്ലെങ്കിൽ അത് ചെയ്യരുതായിരുന്നു എന്നൊക്കെ നമ്മൾ പറയുന്നതിനെ ഷുഡ് ഹാവ് വെച്ചിട്ടാണ് ഉപയോഗിക്കുക. ഇപ്പോഴും V3 തന്നെയാണ് വരിക. ഐ ഷുഡ് ഹാവ് സേവ്ഡ് സം മണി. കുറച്ച് പൈസ സേവ് ചെയ്യായിരുന്നു, ചെയ്യണമായിരുന്നു എന്നുള്ള അർത്ഥത്തിൽ നമ്മൾ പറയുമ്പോൾ ഷുഡ് ഹാവ് പ്ലസ് ഇതും V3 തന്നെയാണ്. പ്ലസ് V3 ഫോമാണ്. സേവ്, സേവ്ഡ്, സേവ്ഡ് തന്നെയാണ് വരുന്നത്. സേവ്, സേവ്ഡ്, സേവ്ഡ്. മൂന്നാമത്തെയും സേവ്ഡ് തന്നെയാണ്. ഐ ഷുഡ് ഹാവ് സേവ്ഡ് സം മണി. ഐ ഷുഡ് ഹാവ് സേവ് സം മണി ഫോർ മൈ മാരേജ്. എൻ്റെ കല്യാണത്തിന് കുറച്ച് പൈസ സേവ് ചെയ്യണമായിരുന്നു. ഓക്കെ, നമ്മൾ ആലോചിക്കാറുണ്ട്. ഐ ഷുഡ് ഹാവ് ടേക്കൺ. ഇവിടെ V3 ആണ് വരുന്നത്. ഐ ഷുഡ് ഹാവ് ടേക്കൺ എ ലൈഫ് ഇൻഷുറൻസ്. ഐ ഷുഡ് ഹാവ് ടേക്കൺ. ടുക്ക്, ടേക്ക്, ടേക്കൺ ആണ് വരുന്നത്. ഐ ഷുഡ് ഹാവ് ടേക്കൺ എ ലൈഫ് ഇൻഷുറൻസ്. നമ്മൾ അപകടമൊക്കെ പറ്റി കഴിയുമ്പോൾ ബില്ല് വരുമ്പോഴാണ് നമ്മൾ ഓർക്കുന്നത് എന്ത്, ഒരു ലൈഫ് ഇൻഷുറൻസ് എടുക്കണമായിരുന്നു. എടുക്കാമായിരുന്നു എന്നല്ല, എടുക്കണമായിരുന്നു. കുറച്ചും കൂടെ നമ്മൾ റിഗ്രറ്റ് വെച്ചിട്ട് പറയാം. വിഷമത്തിൽ നമ്മൾ പറയാം ഇന്ന് ചെയ്തില്ലല്ലോ എന്നുള്ളൊരു വിഷമത്തിൽ. ഐ ഷുഡ് ഹാവ് ടേക്കൺ എ ലൈഫ് ഇൻഷുറൻസ്. ഒരു ലൈഫ് ഇൻഷുറൻസ് എടുക്കണമായിരുന്നു. ഐ ഷുഡൻറ്റ് ഹാവ് ഡൺ ദാറ്റ്. ഇതിന്റെ നെഗറ്റീവും വേണമെങ്കിൽ പറയാം, ചെയ്യരുതായിരുന്നു എന്ന് പറയാം. ഐ ഷുഡൻറ്റ് ഹാവ് ഡൺ ദാറ്റ്. നമ്മൾ പലപ്പോഴും മാപ്പൊക്കെ പറയാൻ വേണ്ടിയിട്ട് നമ്മളിത് ഉപയോഗിക്കേണ്ട. ഐ ഷുഡൻറ്റ് ഹാവ് ഡൺ ദാറ്റ്. ഐ ഷുഡൻറ്റ് ഹാവ് സ്പോക്കൺ ടു യു ലൈക്ക് ദാറ്റ്. ഐ ഷുഡൻറ്റ് ഹാവ് ടോക്ക് ടു യു ലൈക്ക് ദാറ്റ്. ഇതിനോട് അങ്ങനെ ഞാൻ സംസാരിക്കരുതായിരുന്നു. ഷുഡൻറ്റ് ഹാവ്. പിന്നെ V3 സ്പോക്കൺ ടു യു, ടോക്ക് ടു യു. ഐ ഷുഡൻറ്റ് ഹാവ് ബിഹേവ്ഡ് ലൈക്ക് ദാറ്റ്. അതുപോലെ ഞാൻ ബിഹേവ് ചെയ്യരുതായിരുന്നു, പെരുമാറാൻ പാടില്ലായിരുന്നു. അപ്പോൾ ഷുഡിൻ്റെ ഒപ്പം ഷുഡ് നോട്ട് ആണ് കേട്ടോ. എൻ്റെ ഷോർട്ട് ഫോം ആണ് ഷുഡിൻറ്റ്. ഐ ഷുഡിൻറ്റ് ഹാവ് ബിഹേവ്ഡ്. ബിഹേവ്ഡ്. V3 ബിഹേവ്ഡ് ആണ്. മൂന്നാമത്തെ രൂപവും ബിഹേവ്ഡ് ആണ്. അപ്പോൾ കുഡ് ഹാവ്, ഷുഡ് ഹാവ്, വുഡ് ഹാവിൻ്റെ ഒക്കെ ഒപ്പം എന്താണ്, ഹാവ് വന്നാൽ തന്നെ നമുക്കറിയാം V3 ആണ് ഉപയോഗിക്കേണ്ടത്. മുന്നത്തെ ക്ലാസ്സുകൾ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. 6 ക്ലാസ്സുകൾ നമ്മളൊരു സീരീസ് ആയിട്ട് തുടർച്ചയായിട്ട് ചെയ്തിട്ടുണ്ട്. അതിൽ ബേസിക് ടെൻസുകളുടെ ഗ്രാമർ, സബ്ജക്റ്റ്, വെർബ്, എഗ്രിമെന്റ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പം അതിൻ്റെ ലിങ്ക് മുകളിലുണ്ടാവും, അല്ലെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷനിലുണ്ടാവും. നിങ്ങൾ നോക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഷുഡ് ഹാവ് എന്താണ്, ചെയ്യണമായിരുന്നു. അത് ചെയ്യണമായിരുന്നു അല്ലേ. കുറച്ചും കൂടെ വിഷമത്തിൽ നമ്മൾ പറയാം ചെയ്യാമായിരുന്നു, ചെയ്യണമായിരുന്നു. അപ്പം ഇതിൻ്റെയും ഒരു സെൻറ്റൻസ് നിങ്ങൾ കമൻറ്റ് ചെയ്യുക, അത് ചെയ്യണമായിരുന്നു. ഇനി എന്താണ് വുഡ് ഹാവ്. വുഡ് ഹാവ് ചെയ്യുമായിരുന്നു, പണ്ട് ചെയ്യുമായിരുന്നു. ഓക്കെ, നമുക്കിപ്പോൾ അന്ന് നീ അത് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ അത് ചെയ്യുമായിരുന്നു നമ്മൾ പറയില്ലേ. നീ ചോദിച്ചിരുന്നെങ്കിൽ ഞാൻ പൈസ തരുമായിരുന്നു. ഇഫ് ഐ വുഡ് ഹാവ് ഹെൽപ്ഡ് യു, ഞാൻ നിന്നെ സഹായിച്ചേനെ, സഹായിക്കുമായിരുന്നു. ഇഫ് ഒരു ഇഫ് ക്ലോസ് ആണ്. ഇഫ് വെച്ചിട്ട് നമ്മൾ സെൻറ്റൻസിൻ്റെ ഒരു കഷ്ണം എഴുതുകയാണ്, സെൻറ്റൻസിനെ വലുതാക്കുക. ഐ വുഡ് ഹാവ് ഹെൽപ്ഡ് യു, പിന്നെ ഒരു ഇഫ് ചേർത്തിട്ട് നമ്മൾ പറയാം എങ്കിൽ എന്നുള്ളത്. ഇഫ് യു ഹാഡ് ആസ്ക്ഡ്, യു ഹാഡ് ആസ്ക്ഡ്. ആസ്ക് ചെയ്തിരുന്നു എങ്കിൽ, നീ ചോദിച്ചിരുന്നു എങ്കിൽ, അതാണ് ഹാഡ് ചേർത്തിട്ട് നമ്മൾ പറയുന്നത്. ഒക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ഐ വുഡ് ഹാവ് ഹെൽപ്ഡ് യു. വുഡ് ഹാവ്. വുഡ് ഹാവിൻ്റെ ഒപ്പം V3 ആണ് വീണ്ടും വന്നിട്ടുള്ളത്. വുഡ് ഹാവ് പ്ലസ് V3. ഹെൽപ്പ്, ഹെൽപ്പ്, ഹെൽപ്ഡ്, ഹെൽപ്ഡ് എന്ന് തന്നെയാണ് വരുന്നത്. ഐ വുഡ് ഹാവ് ഹെൽപ്ഡ് യു, ഞാൻ നിന്നെ സഹായിക്കുമായിരുന്നു, ചെയ്യുമായിരുന്നു. ചെയ്യുക എന്നുള്ളത് എന്ത് വെർബ് ആകാം, സഹായിക്കുമായിരുന്നു. ഇഫ് യു ഹാഡ് ആസ്ക്ഡ്, നീ ചോദിച്ചിരുന്നു എങ്കിൽ. അപ്പോൾ ഐ വുഡ് ഹാവ് ഹെൽപ്ഡ് യു ഇഫ് യു ഹാഡ് ആസ്ക്ഡ്. ഇഫ് യു ഹാഡ് ആസ്ക്ഡ് മീ,
എന്നോട് എന്നും കൂടെ ചേർക്കാം. ഇഫ് യു ഹാഡ് ആസ്ക്ഡ് മീ, ഹി വുഡ് ഹാവ് ഹെൽപ്ഡ് യു ഇഫ് യു ഹാഡ് ആസ്ക്ഡ് ഹിം. അവൻ ഹെൽപ്പ് ചെയ്തതിന് നീ ചോദിച്ചിരുന്നുവെങ്കിൽ. ഇതൊക്കെ മലയാളത്തിൽ നമ്മൾ ആലോചിക്കുകയും പറയുകയും ചെയ്യുന്ന കാര്യങ്ങളല്ലേ. അത് ഇംഗ്ലീഷിൽ ഇങ്ങനെയാണ് പറയുക. ഐ വുഡ് ഹാവ് ഹെൽപ്ഡ് യു, ഹി വുഡ് ഹാവ് ഹെൽപ്ഡ് യു. ഓക്കെ, യുവർ ഫാദർ വുഡ് ഹാവ് ഹെൽപ്ഡ് യു ഇഫ് യു ഹാഡ് ആസ്ക്ഡ് ഹിം. എൻ്റെ അച്ഛൻ നിന്നെ സഹായിച്ചതിന് നീ ചോദിച്ചാൽ മതിയായിരുന്നു. ഓക്കെ, ഐ വുഡ് ഹാവ് മെയ്ഡ് ഹിം അണ്ടർസ്റ്റാൻഡ്. വുഡ് ഹാവ് മെയ്ഡ്. ഞാൻ അവനെ മനസ്സിലാക്കിയേനെ, അവനെ പറഞ്ഞ് മനസ്സിലാക്കിയേനെ. ഐ വുഡ് ഹാവ് മെയ്ഡ് ഹിം അണ്ടർസ്റ്റാൻഡ്. ഒരു പക്ഷേ ഒരു തെറ്റിദ്ധാരണ, ഞാൻ മാറ്റിയേനെ. ഐ വുഡ് ഹാവ് മെയ്ഡ് ഹിം അണ്ടർസ്റ്റാൻഡ്. നിനക്കത് എന്നോട് പറയായിരുന്നില്ല, ഞാൻ അവനെ പറഞ്ഞ് മനസ്സിലാക്കിയേനെ. എങ്ങനെ പറയും? ഐ വുഡ് ഹാവ് മെയ്ഡ് ഹിം അണ്ടർസ്റ്റാൻഡ്. ഓക്കെ, ഐ വുഡ് ഹാവ് ക്ലിയർഡ് ഹിസ് മിസ്അണ്ടർസ്റ്റാൻഡിങ്. എൻ്റെ മിസ്അണ്ടർസ്റ്റാൻഡിങ് ഞാൻ ക്ലിയർ ചെയ്തേനെ. ഐ വുഡ് ഹാവ് ടോൾഡ് യു ഇഫ് ഐ ഹാഡ് നോൺ. വുഡ് ഹാവ് ടോൾഡ് യു, ടെൽ, ടോൾഡ് തന്നെയാണ് വരിക, പറയുക. ഞാൻ പറഞ്ഞേനെ, പറയുമായിരുന്നു. ടോൾഡ് യു, നിന്നോട് പറയുമായിരുന്നു. ഇഫ്, വീണ്ടും ഇഫ് വെച്ചിട്ടാ. കാരണം ഇതൊക്കെ എന്താണ്? ചെയ്യുമായിരുന്നു എന്ന് പറയുമ്പോൾ മറ്റൊരു കണ്ടീഷൻ കൂടെ നമ്മൾ വെക്കുമല്ലേ. ഇത് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ സഹായിച്ചേനെ, പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ അവൻ്റെ പ്രശ്നം തീർത്തേനെ. അറിഞ്ഞിരുന്നെങ്കിൽ, അപ്പോഴൊരു എങ്കിൽ വരും അല്ലേ. ചെയ്യുമായിരുന്നു എന്നൊക്കെ പറയുമ്പോൾ ഒരു എങ്കിൽ വരും എപ്പോഴും. അത് അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ ചെയ്തേനെ, ചെയ്യുമായിരുന്നു. അപ്പോൾ അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ നിന്നോടൊക്കെ പറഞ്ഞേനെ. ഐ വുഡ് ഹാവ് ടോൾഡ് യു ഇഫ് ഐ ഹാഡ് നോൺ. അപ്പോൾ വുഡ് ഹാവ് എന്നുള്ളത് ചെയ്യുമായിരുന്നു എന്നാണ്. ഇതിൻ്റെയൊക്കെ ഒപ്പം V3 എന്താണെന്ന് നോക്കുക. V3ൻ്റെ ചാർട്ട് കിട്ടാത്തവരാണെങ്കിൽ എന്നോട് ചോദിക്കുക, ഞാൻ ചാർട്ട് അയച്ചു തരുന്നതാണ്. അപ്പോൾ ഷുഡ് ഹാവ് ചെയ്യണമായിരുന്നു, കുറച്ചും കൂടെ വിഷമത്തിൽ നമ്മൾ പറയാം, അത് ചെയ്യണമായിരുന്നു. ഐ ഷുഡ് ഹാവ് സ്റ്റഡീഡ് ഹാർഡ്, കുറച്ചും കൂടെ ഹാർഡായിട്ട് ഞാൻ പഠിക്കണമായിരുന്നു. ഐ ഷുഡ് ഹാവ് സ്റ്റഡീഡ് വെൽ. ഓക്കെ, ഐ ഷുഡ് ഹാവ് ടോൾഡ് ഹെർ, അവളോട് ഞാൻ പറയണമായിരുന്നു. ഐ ഷുഡ് ഹാവ് ടോൾഡ് മൈ മദർ ദാറ്റ് ഐ വിൽ ബി ലേറ്റ് ആവുന്ന അമ്മയോട് പറയണമായിരുന്നു, ചെയ്യണമായിരുന്നു. കുഡ് ഹാവ് എന്താ? ചെയ്യാമായിരുന്നു, ഫ്ലൈറ്റ് എടുക്കായിരുന്നു. കുറച്ചും കൂടെ റിഗ്രറ്റ് കുറവാണ്, എടുക്കായിരുന്നു, മറ്റൊരു ഓപ്ഷൻ ഉണ്ടായിരുന്നു എന്നുള്ള രീതി പറയാനാണ്. ഐ കുഡ് ഹാവ് അപ്ലൈഡ് ഫോർ ദ ജോബ്. ചെറിയ രീതിയിൽ ഒരു കടുവിനെയും കാണിക്കുന്നുണ്ട്, എനിക്ക് ചെയ്യാമായിരുന്നു പക്ഷെ ചെയ്തില്ല എന്നുള്ള അർത്ഥത്തിലും നമുക്ക് പറയാവുന്നതാണ്. ഇതൊക്കെ അടിസ്ഥാനപരമായിട്ട് എന്താണ്? നഷ്ടപ്പെട്ട അവസരങ്ങൾ, ലോസ്റ്റ് ഓപ്പർച്യൂണിറ്റീസിനെ പറ്റിയിട്ടാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു എക്സാമ്പിൾസ് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഇതുപോലുള്ള ക്ലാസ്സുകൾ നിങ്ങൾക്ക് താല്പര്യമുണ്ട്, ആഗ്രഹമുണ്ട് എങ്കിൽ, പഠിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ എൻ്റെ കോഴ്സിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. നമുക്ക് ഇതുപോലെ സ്റ്റുഡിയോ റെക്കോർഡഡ് ഹൈ ഡെഫിനിഷൻ ക്ലാസ്സുകൾ അവൈലബിൾ ആണ്. അത് ആപ്പ് വഴി നിങ്ങൾക്ക് ലഭിക്കും. ഇതുപോലെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സമയത്ത് എടുത്ത് കാണാവുന്നതാണ്. 60 ക്ലാസ്സുകളും ഡെയിലി അസൈൻമെൻറ്റും ഉള്ള ഒരു കോഴ്സാണ്. ഇതിനൊപ്പം തന്നെ നിങ്ങൾക്കൊരു ട്രെയിനറോട് വിളിച്ച് സംസാരിച്ച് പഠിക്കണമെന്നുണ്ടെങ്കിൽ അതിനും അവസരമുണ്ട്. വാട്സാപ്പ് കോഴ്സും അവൈലബിൾ ആണ്. ഈ കോഴ്സിനെ പറ്റി നിങ്ങൾക്ക് കൂടുതൽ അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ ഫോൺ നമ്പറിൽ എന്നെ വിളിക്കുക. ഓക്കെ, അല്ലെങ്കിൽ വാട്സാപ്പിൽ മെസ്സേജ് ചെയ്യുക, നിങ്ങൾക്ക് ഡീറ്റെയിൽസ് അറിയിക്കാം. ഓക്കെ, അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സീ യു ലേറ്റർ.